Hello all, welcome to M-Favor Learning app. Okay, so നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസ് എക്സാമിന്റെ. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് 7 ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ആക്ച്വലി 6 നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ഓവറോൾ ആയിട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും പറഞ്ഞു തരാം. സോ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, സോ ഇതിൽ എന്താ ചോദിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇതിലൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ബി നോമിനൽ അക്കൗണ്ട്, നെക്സ്റ്റ് സി റിയൽ അക്കൗണ്ട്, നെക്സ്റ്റ് ഡി ടെമ്പററി അക്കൗണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതാണ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് അല്ലാത്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് അക്കൗണ്ട് ആണ് അല്ലെ. സോ ഇതിൽ ടൈപ്സ് ഓഫ് അക്കൗണ്ട് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഏതാ നമ്മുടെ ആൻസർ വരിക, ദാറ്റ് ഈസ് ടെമ്പററി അക്കൗണ്ട്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. What is the term for the amount invested by the owner into the business? Actually, ഒരു എമൗണ്ട് ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ ആ ടേമിനെ പറയുന്നത് വേർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് എ എക്സ്പെൻസ്, ബി റവന്യൂ, സി ക്യാപിറ്റൽ, ഡി അസറ്റ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്യാപിറ്റൽ ആണ്. സോ എന്താണ് വാട്ട് ഈസ് എ ടേം ഫോർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ് എന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആ ടേമിന് എന്താ പറയാന്ന് വെച്ചാൽ ക്യാപിറ്റൽ എന്നാണ് പറയുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റവന്യൂ ഈസ് ജനറേറ്റഡ് ഫ്രം. ആക്ച്വലി റവന്യൂ ഏതിൽ നിന്നുമാണ് റിസീവ് ചെയ്യാന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ സെല്ലിംഗ് അസറ്റ്, ബി ടേക്കിംഗ് എ ലോൺ, സി സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ്, ഓപ്ഷൻ ഡി പേയിങ് എക്സ്പെൻസസ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. ഓക്കെ, സോ അപ്പൊ എങ്ങനെ നമുക്ക് റവന്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എങ്ങനെ റവന്യൂ റിയലൈസ് ആവുക, ബൈ ത്രൂ സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസിലൂടെ എന്ത് ചെയ്യുക, റവന്യൂ ജനറേറ്റ് ആവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഇൻ ലെഡ്ജർ ബാലൻസിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ് ഈസ് കോൾഡ്. ആക്ച്വലി ലെഡ്ജർ ബാലൻസിംഗിൽ ടോട്ടൽ ഡെബിറ്റിന്റെയും ടോട്ടൽ ക്രെഡിറ്റിന്റെയും ഡിഫറൻസിന് എന്താണ് പറയുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാലൻസ് ക്യാരി ഡൗൺ, ഓപ്ഷൻ ബി ട്രയൽ ബാലൻസ്, ഓപ്ഷൻ സി ജേർണൽ എൻട്രി, ഓപ്ഷൻ ഡി കോൺട്രാ എൻട്രി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ബാലൻസ്ഡ് ക്യാരി ഡൗൺ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ്, എ ബാലൻസ്ഡ് അക്കൗണ്ട് എൻഷുർസ്. ഒരു ബാലൻസ്ഡ് അക്കൗണ്ടിൽ വന്നിട്ട് എന്താണ് എൻഷുർ ചെയ്യണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താ എൻഷുർ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ബാലൻസ് അക്കൗണ്ടിൽ ഇപ്പൊ എന്താ എൻഷുർ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ഓപ്ഷൻ എ ദ ബിസിനസ് ഈസ് മേക്കിംഗ് എ പ്രോഫിറ്റ്, ബി നോ ഫർദർ എൻട്രീസ് ആർ നീഡഡ്, സി അക്യുറസി ഇൻ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ, ഡി ദ ലെഡ്ജർ ഈസ് നോട്ട് റിക്വയർഡ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താ, ബാലൻസ്ഡ് അക്കൗണ്ടിലൂടെ എന്താണ് ഉറപ്പ് വരുത്തേണ്ടത്, എ ബാലൻസ്ഡ് അക്കൗണ്ട് എൻഷുർ. സോ ബാലൻസ്ഡ് അക്കൗണ്ടിലൂടെ എന്ത് ഉറപ്പ് വരുത്തണം, റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഡാറ്റ ഫുള്ളും അക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അക്യുറസി ഇൻ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഓൺലി ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ഫോളോയിങ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതായത് ഏതൊക്കെയാണ്, അപ്പോൾ ഓൺലി ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ബി നോമിനൽ അക്കൗണ്ട്, സി പേഴ്സണൽ അക്കൗണ്ട്, ഡി ഓൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി പേഴ്സണൽ അക്കൗണ്ട് ആണ് നമ്മുടെ ആൻസർ. സോ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഈ ടൈപ്പ് ഓഫ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഓപ്ഷൻ സി പേഴ്സണൽ അക്കൗണ്ട്. സോ അതിന്റെ റീസൺസ് എന്തുകൊണ്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം, അത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സിമ്പിൾ ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. എന്തുകൊണ്ടാണ് സിമ്പിൾ ആണ് ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ മെയിനായി റെക്കോർഡ് ചെയ്യുന്നത് ഒറ്റ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, സോ ദോസ് റിലേറ്റഡ് ടു ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അതല്ല ഇപ്പോൾ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതൊക്കെ ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ. ഇവിടെ ആക്ച്വലി റിയൽ അക്കൗണ്ട്സോ നോമിനൽ അക്കൗണ്ട്സോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതേപോലെ മെയിനായിട്ട് അസറ്റ്, ബിൽഡിങ്, മെഷീനറി, അങ്ങനെയൊക്കെ ഇവിടെ എന്തെങ്കിലും മെയിൻറ്റെയിൻ, ഇവിടെ ആക്ച്വലി അത് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല.
അതേപോലെ തന്നെ എക്സ്പെൻസ് ഇൻകം ഒന്നും എന്തെങ്കിലും ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. സോ ഈ സിംഗുലാരിറ്റി സിസ്റ്റം കൂടുതലായിട്ട് ആരൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി നോട്ട് ചെയ്ത് വെക്കുക. സിംഗുലാരിറ്റി സിസ്റ്റം മോസ്റ്റ്ലി ആരൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ സ്മോൾ ബിസിനസ്, സോൾ പ്രൊപ്പറേറ്റേഴ്സ്. സോൾ പ്രൊപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ പേഴ്സൺ ആയിരിക്കും ഉള്ളത്. അതാണ് സോൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും. സോൾ പ്രൊപ്പറേറ്റർ ആയിരിക്കും അവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. സോ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ആക്ച്വലി പോസിബിളേ അല്ല. ഓക്കെ, സോ അപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോളോയിങ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പൊ ഇവിടെ റിയലോ നോമിനലോ ഓൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട് അല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ പറയുന്നത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ അക്രൂവൽ സിസ്റ്റം, ബി ഹൈബ്രിഡ് സിസ്റ്റം, സി ക്യാഷ് സിസ്റ്റം, ഡി ലെഡ്ജർ സിസ്റ്റം. സോ ഇതിൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ലെഡ്ജർ സിസ്റ്റം. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ലെഡ്ജർ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ല. ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ്. അക്കൗണ്ടിങ് പ്രോസസിന്റെ പാർട്ടാണ്. സോ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഓപ്ഷൻസിൽ ഓരോ നോക്കാം. അക്രൂവൽ സിസ്റ്റം എന്ന് വെച്ചാൽ ആക്ച്വലി ഈ സിസ്റ്റത്തില് ഒരു റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ആണ്. അതെന്ന് വെച്ചാൽ റവന്യൂ എക്സ്പെൻസും ഒക്കെ എല്ലാം റെക്കോർഡ് ചെയ്യും. എപ്പോഴാണ് ഈ റവന്യൂ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ ഏൺ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? റവന്യൂ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുക. പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല? നോട്ട് വെൻ ക്യാഷ് എക്സ്ചേഞ്ച്. ക്യാഷ് വന്നിട്ട് എക്സ്ചേഞ്ച് സമയത്ത് അവരൊന്നും ചെയ്യില്ല. എ റെക്കഗ്നൈസ് സിസ്റ്റം റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കോർഡ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്. ഏൺ ചെയ്ത സമയത്താണ് അവർ എന്ത് ചെയ്യുക? റവന്യൂ ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, സോ ക്യാഷ് എക്സ്ചേഞ്ച് സമയത്തല്ല, ഏൺ ചെയ്യുമ്പോഴും ഇൻകർ ആകുന്ന സമയത്തുമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടുത്തതാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ആക്ച്വലി ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് കോമ്പിനേഷൻ ആണ്. എന്തിന്റെയൊക്കെ മിക്സിംഗ് ആണ്? ക്യാഷ് ആൻഡ് അക്രൂവൽ സിസ്റ്റം ആണ്. സോ അവിടെ എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബിസിനസിന്റെ നീഡ്, സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് നീഡ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുക? ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുക. അത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? ക്യാഷ് ആൻഡ് അക്രൂവൽ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാഷ് സിസ്റ്റം. ആക്ച്വലി ട്രാൻസാക്ഷൻ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴും പേ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ക്യാഷ് സിസ്റ്റം. അതാണ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഓൺലി. എപ്പോഴാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക? വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് റിസീവ് ആകുമ്പോൾ പേ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ആണ് ലെഡ്ജർ സിസ്റ്റം എന്ന് വെച്ചാൽ ആക്ച്വലി ലെഡ്ജർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻകറക്റ്റ് ആണ്. അതൊരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ല. ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ജേണലിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ പോസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ലെഡ്ജർ സിസ്റ്റം ആണ് ആൻസർ. സോ അതുകൊണ്ടാണ് അക്രൂവൽ എന്താണ്, ഹൈബ്രിഡ് എന്താണ്, ക്യാഷ് സിസ്റ്റം എന്നാണ് ഫുള്ളായി പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാവണം, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് ഏതെല്ലാം ആണ്, സോ അത് എന്തൊക്കെയാണെന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതില്ലാതെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, വിളിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. ഉടനെ ക്ലിയർ ചെയ്ത് തരാം. സോ ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പണിംഗ് എൻട്രി. താഴെ പറയുന്ന അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ ക്യാഷ്, ബി ഡെപ്റ്റേഴ്സ്, സി സാലറീസ്, ഡി ക്യാപിറ്റൽ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി സാലറീസ് ആണ്. ആക്ച്വലി ഓപ്പണിംഗ് എൻട്രീസ് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്പണിംഗ് എൻട്രീസ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ ബാലൻസ് ഓഫ് അസറ്റ്. അതായത് അസറ്റ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവർ ക്യാരി ഫോർവേഡ് ചെയ്യണം പ്രീവിയസ് അക്കൗണ്ടിങ് ഇയറിൽ നിന്നും. അതായത് അവിടെ എന്തെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യണം. അതായത് ബിഗിനിങ് ഓഫ് എ ന്യൂ അക്കൗണ്ടിങ് പീരീഡിലോട്ട് എന്തെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ക്യാഷ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ്. അതായത് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. സോ ആക്ച്വലി അത് ഓപ്പണിംഗ് എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ സാലറീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, എക്സ്പെൻസ് ആണ്. സോ അത് എന്താ ഒരു സ്പെസിഫിക് പീരീഡ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അല്ലാതെ നെക്സ്റ്റ് ഇയറിലോട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. അതാണ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്യാരിഡ് ഫോർവേഡ് ടു ദ ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഗെറ്റ്സ് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന്റെ എൻഡിൽ തന്നെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ക്ലോസിംഗ് എൻട്രീസിലൂടെ തന്നെ അവർ അത് ചെയ്യുന്നത്. അതാണ് ഇറ്റ് ഗെറ്റ് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ ത്രൂ ക്ലോസിംഗ് എൻട്രീസിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? അത് ക്ലോസ് ചെയ്ത് പോകും. ഓക്കെ, സോ അപ്പൊ എന്തായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പണിംഗ് എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സാലറി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അഡ്ജസ്റ്റിംഗ് എൻട്രി. സോ ഇതിൽ ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ റെസീവ്ഡ് ഫ്രം ഡെപ്റ്റർ, ബി പേയ്മെന്റ് ടു ക്രെഡിറ്റർ, സി ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഡി പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇതിൽ ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആണ്. ഔട്ട്സ്റ്റാൻഡിംഗിന്റെ മീനിങ് എന്താ? സാലറി കിട്ടാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്തതാണ്
പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇൻകം, ബി ലൈബിലിറ്റി, സി അസറ്റ്, ഡി എക്സ്പെൻസ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അസറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ക്ലോസിംഗ് എൻട്രീസ്. സോ ക്ലോസിംഗ് എൻട്രീസിനെ എഫക്ട് ചെയ്യാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ റവന്യൂ, ബി എക്സ്പെൻസ്, സി ക്യാപിറ്റൽ, ഡി ക്യാഷ്. സോ ഇതിന് ക്ലോസിംഗ് എൻട്രീസിനെ എഫക്ട് ചെയ്യാത്തത് ഏതാണ്? ആക്ച്വലി ഓപ്ഷൻ ഡി ആണ്, ക്യാഷ് ആണ് ആൻസർ. സോ ഇറ്റ് ഈസ് നോട്ട് എഫക്ട് ബൈ ക്ലോസിംഗ് എൻട്രീസ്. സോ ക്ലോസിംഗ് എൻട്രീസ് എപ്പോഴാണ് മേഡ് ചെയ്യാന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡിന്റെ എൻഡിലാണ് ക്ലോസിംഗ് എൻട്രീസ് വന്നിട്ട് മേഡ് ചെയ്യുക. സോ അപ്പോൾ ഇത് ആക്ച്വലി അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നോമിനൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. ഏതിലോട്ടാണ് ട്രാൻസ്ഫർ? നോമിനൽ എക്സ്പെൻസ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതായത് റവന്യൂ, എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടേക്കായിരിക്കും ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സോ മെയിൻ ആയിട്ട് എന്താ പർപ്പസ് പറയും? മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക? റീസെറ്റ് ചെയ്ത് കൊടുക്കുക. ബാലൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? റീസെറ്റ് ചെയ്ത് കൊടുക്കുക. നോമിനൽ അക്കൗണ്ട് ടു 0 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പുതിയ പീരീഡിലോട്ട് എന്ത് ചെയ്യുക? റീസെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ആക്ച്വലി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എഫക്ട് ബൈ ക്ലോസിംഗ് എൻട്രീസിനെ എഫക്ട് ചെയ്യാത്തതാണ് ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഓരോ ഓപ്ഷൻ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കണേ. സോ റവന്യൂ എന്ന് പറയുമ്പോൾ നോമിനൽ അക്കൗണ്ടിൽ എന്താ പറയുക, അതെങ്ങനെ ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. എക്സ്പെൻസ് എന്ന് വെച്ചാൽ നോമിനൽ അക്കൗണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബാലൻസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ക്യാപിറ്റലും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഡയറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യില്ല, നെറ്റ് പ്രോഫിറ്റോ ലോസോ അതിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് ക്യാപിറ്റൽ ബാലൻസിനെ എഫക്ട് ചെയ്യും. സോ ക്യാഷ് എന്ന് പറഞ്ഞ റിയൽ അക്കൗണ്ട് ആണ്, അത് എന്ത് ചെയ്യില്ല? ക്ലോസ് ചെയ്യില്ല ഒരു പീരീഡിന്റെ എൻഡിൽ. അത് ക്യാഷ് ക്യാരി ഫോർവേഡ് ആണ് ചെയ്യുക നെക്സ്റ്റ് പീരീഡിലോട്ട്. സോ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എഫക്ട് ബൈ ക്ലോസിംഗ് എൻട്രീസ് എന്ന് ചോദിച്ചാൽ ആൻസർ ഡി ആണ്, ക്യാഷ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് റിസർവ് ഈസ് സെറ്റ് അസൈഡ് ഫോർ എ സ്പെസിഫിക് ഐഡന്റിഫൈഡ് പർപ്പസ്. ഏത് ടൈപ്പ് ഓഫ് റിസർവ് ആണ് ഒരു സൈഡിലോട്ട് കീപ്പ് ചെയ്യാന്ന്? സോ നമുക്കറിയാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത് മീറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ നമ്മൾ സ്പെസിഫിക് റിസർവ് യൂസ് ചെയ്യാതെ. സോ ഓപ്ഷൻ എ ജനറൽ റിസർവ്, ബി സ്പെസിഫിക് റിസർവ്, നെക്സ്റ്റ് സി റവന്യൂ റിസർവ്, ഡി ക്യാപിറ്റൽ റിസർവ്. നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് റിസർവ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഇഫ് എ കമ്പനി വാണ്ട് ടു ക്രിയേറ്റ് എ റിസർവ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് മെഷീനറി ഇറ്റ് വുഡ് ലൈക്ലി ക്രിയേറ്റ്. അതായത് ഇപ്പൊ ഒരു കമ്പനിക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യണം, മെഷീനറി റീപ്ലേസ് ചെയ്യാൻ. സോ അവരെന്താ അവിടെ ക്രിയേറ്റ് ചെയ്താൽ ചോദിച്ചിരിക്കണം? ഓപ്ഷൻ എ ക്യാപിറ്റൽ റിസർവ്, ബി സ്പെസിഫിക് റിസർവ്, സി റവന്യൂ റിസർവ്, ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് റിസർവ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സോ കമ്പനിക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യണം മെഷീനറി തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. സോ അവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, സ്പെസിഫിക് റിസർവ് ആണ്. സോ സ്പെസിഫിക് റിസർവ് നമുക്ക് എന്താ നോക്കാം. ആക്ച്വലി സ്പെസിഫിക് റിസർവ് എന്ന് വെച്ചാൽ ക്ലോസിംഗ് എൻട്രീസ് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലാണ് ചെയ്യുക. സോ അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോമിനൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. സോ ദ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ക്ലോസിംഗ് എൻട്രീസിൽ വരുന്നതാണ്, അതായത് ഇതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു. അതായത് സിങ്കിങ് ഫണ്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിങ്കിങ് ഫണ്ട് മെയിൻ ആയിട്ട് എന്തിനാ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻ എ പ്രൊവൈഡ് ഫണ്ട് ഫോർ ഡിവിഡൻഡ് പേയ്മെന്റ്, ബി അക്യുമുലേറ്റ് മണി ടു റീപേ ഡെപ്റ്റ് ഓർ റീപ്ലേസ് ആൻ അസറ്റ്, സി പേ എംപ്ലോയി സാലറീസ്, ഡി പർച്ചേസ് ന്യൂ ഇൻവെന്ററി. സോ സിങ്കിങ് ഫണ്ട് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? അക്യുമുലേറ്റ് മണി ടു റീപേ ഡെപ്റ്റ് ഓർ റീപ്ലേസ് അസറ്റ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, സോ അപ്പൊ എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ടാണ്. അത് ആക്ച്വലി എവിടെ സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് സിങ്കിങ് ഫണ്ട് വന്നിട്ട് സെറ്റപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ എക്സാമ്പിൾസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ലോങ് ടേം ഡെപ്റ്റ് റീപേ ചെയ്യുക, എക്സാമ്പിൾ ഇപ്പോൾ ബോണ്ട്, ഡിബഞ്ചർ, അതൊക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് റീപ്ലേസ് ചെയ്യുക ലാർജ് ഫിക്സഡ് അസറ്റ്, അതായത് മെഷീനറി, ബിൽഡിംഗ്, ഇങ്ങനെയുള്ളതൊക്കെ. സോ ഒരു മണി എന്തിനാ കീപ്പ് ചെയ്ത് വെക്കണേ പീരിയോഡിക്കൽ ആയിട്ടെന്ന് വെച്ചാൽ അത് മണി ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഉറപ്പുവരുത്തണം ഈ ഒബ്ലിഗേഷൻസ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ സഫീഷ്യന്റ് ഫണ്ട് വന്നിട്ട് അവൈലബിൾ ആണ്, കമ്പനിയുടെ ലിക്വിഡിറ്റി ഒന്നും എഫക്ട് ചെയ്യുന്നില്ല എന്ന് എന്ത് ചെയ്തിരിക്കണം? ഉറപ്പുവരുത്തണം. ഓക്കെ, ഓക്കെ അനു ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ നെഗോഷിയേറ്റ് എ ബിൽ. ആർക്കാണ് ബില്ല് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
സോ ഓപ്ഷൻ എ ഡ്രോയി ഓൺലി, ബി ഡ്രോയർ ഓൺലി, സി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഡി പേ ഓൺലി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. എന്താണ് ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നമുക്ക് നോക്കാം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ ഈ സംവൺ ഹു ഹാസ് ഒബ്റ്റെയിൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതായത് ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ ചെക്ക്, അങ്ങനെ ഓരോന്ന് അല്ലേ. സോ അവര് അങ്ങനെ ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ വാല്യൂ ഇൻ ഗുഡ് ഫെയ്ത്ത്, ഒരു ട്രസ്റ്റിന്റെ ബേസിൽ, സോ നോട്ടീസും കാര്യങ്ങളും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് ലീഗലായിട്ട് റൈറ്റ് ഉണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബില്ല് അനദർ പാർട്ടിക്ക്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ എന്തുകൊണ്ടാണ് മറ്റുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ, ഡ്രോയി എന്ന് പറഞ്ഞാൽ ആരാ, ഡ്രോയി ഈസ് എ പേഴ്സൺ ഹു ഈസ് എക്സ്പെക്ട് ടു പേ ദ ബിൽ. സോ ഡ്രോയി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. സോ ആ പേഴ്സൺ ആണ് എന്ത് ചെയ്യുക, ബില്ല് പേ ചെയ്യുക, നോട്ട് ദ വൺ ഹു നെഗോഷിയേറ്റ് ചെയ്യുക. അതായത് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതല്ല, ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതല്ല, ആ പേഴ്സൺ ആണ് എന്ത് ചെയ്യുക, പേ ചെയ്യുക. അതാണ് ദ ഡ്രോയി ഈസ് എ പേഴ്സൺ ഹു ഈസ് എക്സ്പെക്ടഡ് ടു പേ ദ ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡ്രോയർ ഓൺലി ആണ്. ഡ്രോയർ എന്ന് പറയുമ്പോൾ അവർ എന്താ ചെയ്യുക, ട്രാൻസ്ഫർ ആണ് ചെയ്യുക അണ്ടിൽ വെൻ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു അനദർ പാർട്ടി. അതായത് ഡ്രോയർ കാൻ നെഗോഷിയേറ്റ് ഇറ്റ് ഓൺലി, എപ്പോഴാണ് ഡ്രോയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അനദർ പാർട്ടിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന വരെയും. സോ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്താ ചെയ്യുക പറഞ്ഞാൽ ഹോൾഡർ ആണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. സോ പേയി ഓൺലി എന്ന് വെച്ചാൽ പേയിക്കേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ബില്ല് ഇഫ് ദേ ആർ ഇൻ പൊസിഷൻ, അവർക്ക് ഓണർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ നെഗോഷിയേറ്റ് എ ബിൽ എന്ന് ചോദിച്ചാൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തതാണ് എ ബിൽ പേയബിൾ ടു ഓർഡർ ഈസ് നെഗോഷിയേറ്റഡ് ബൈ. ഒരു ബില്ല് ഓർഡർ ബേസിൽ പേ ചെയ്യണം, അപ്പൊ ആർക്കും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓപ്ഷൻ എ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി, ബി ഡെലിവർ ഓൺലി, സി ഓറൽ ഇൻസ്ട്രക്ഷൻ, ഡി ഇഷ്യൂവൻസ് ഓഫ് എ ചെക്ക്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ആണ്. ഓക്കെ, സോ ഒരു ബില്ല്, എ ബിൽ പേയബിൾ ടു ഓർഡർ മീൻസ് അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, പേ ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് പേഴ്സണോ അല്ലെങ്കിൽ സം വൺ പേഴ്സൺ ആയിരിക്കും. അവർക്ക് ആക്ച്വലി ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യാന്നാണ് ഈ ബില്ല് വേറെ പാർട്ടിക്ക്. സോ ഇറ്റ് മസ്റ്റ് ബി സോ എൻഡോഴ്സ്ഡ് ബൈ കറന്റ് ഹോൾഡർ. കറന്റ് ഹോൾഡറിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻഡോഴ്സ്ഡ് ബൈ എൻഡോഴ്സ് ചെയ്യാന്ന് പറയുന്നത് എന്താ, അതായത് ബാക്കിൽ സൈൻ ചെയ്യുക. ഓക്കെ, ആ സ്ലിപ്പിൽ. സോ ഡെലിവേർഡ് ടു ദ ന്യൂ ഹോൾഡർ എന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി ഇവിടുത്തെ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ഇന്റന്റ്, അതായത് എൻഡോഴ്സ്മെന്റിലൂടെ ബാക്കിൽ സൈൻ ചെയ്യുന്നതിലൂടെയും പൊസഷൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയും. സോ ബാക്കിൽ സൈൻ ചെയ്യുന്ന ബോത്ത് ഇന്റന്റ് ഉദ്ദേശിച്ച എൻഡോഴ്സ്മെന്റിലൂടെ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ആണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുമ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഡെലിവറി നടക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ബില്ല് ഒരു പേഴ്സണ് വേറെ പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്യാം. സോ എന്തുകൊണ്ടാണ് വേറെ ഓപ്ഷനൊക്കെ ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ, ഇവിടെ ഡെലിവറി ഓൺലി പറയുമ്പോൾ ഇവിടെ ബിയറൽ ബിൽസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുള്ളൂ, ഓർഡർ ബിൽസിന് അപ്ലൈ ചെയ്യില്ല. ഓറൽ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ ആക്ച്വലി ലീഗലി വാലിഡ് അല്ല ഒരു ബില്ല് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്, ഓറലായിട്ട് ചെയ്യാന്നുള്ളത്. ഇഷ്യൂവൻസ് ഓഫ് എ ചെക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഇറലവന്റ് ആണ്. ചെക്ക് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ഇവിടെ എ ബിൽ പേയബിൾ ടു ഓർഡർ ഈസ് നെഗോഷിയേറ്റഡ് ബൈ, നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. ഓക്കെ, ഇനി അടുത്തതാണ് ഇഫ് എ ബിൽ ഈസ് അക്സെപ്റ്റഡ് ഓൺ 1st June for 3 months, its due date will be. അതായത് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് 1st June for 3 monthsനാണ്. അപ്പൊ ഡ്യൂ ഡേറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ 1st September, ബി 13th August, സി 4th September, ഡി 3rd September കൊടുത്തിട്ടുണ്ട്. 1st June 3 മാസത്തേക്ക് എന്ന് വെച്ചാൽ എന്താ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പൊ സെപ്റ്റംബർ 1 എന്തായി, 3 മാസമായി. അപ്പൊ നമ്മളുടെ കണക്ക് എന്ന് പറയുന്നത് എന്താ, 3rd September, അതായത് 1st September നിന്ന് 3 ദിവസം കൂട്ടണം. എങ്ങനെയെന്ന് വെച്ചാൽ 3 months plus 3 days ഓഫ് ഗ്രേസ് ആണ്. അപ്പൊ 3 days പറയുമ്പോൾ എന്താണ്, 1, 2, 3, 3. അപ്പൊ സെപ്റ്റംബർ 3 ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി ആണ്. എന്ന് വെച്ചാൽ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തു ഒരു സർട്ടൈൻ നമ്പർ ഓഫ് മന്ത്സ്, ഇപ്പൊ 3 മാസത്തേക്കാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് പ്ലസ് ടേം ഓഫ് ദ ബിൽ പ്ലസ് 3 days ഓഫ് ഗ്രേസ്. അപ്പൊ ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, ജൂൺ 1ാം തീയതി ജൂണിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ബില്ലിന്റെ ടേം എത്രയാണ്, അതായത് 3 മാസമാണ് അല്ലേ. സോ 1ാം തീയതി 3, അപ്പൊ എന്താണ് പ്ലസ് 3 days ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്തായി, അതായത് പ്ലസ് 3. ഇതിപ്പോ ഈ കേസ് എന്താ വരിക, ഇൻ ദീസ് കേസ് ഈ കേസിൽ ഇപ്പൊ ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1st June ആണ്, ടേം 3 മാസമാണ്. അപ്പൊ 1st June പ്ലസ് 3 months എന്ന് പറയുമ്പോൾ എന്തായി മനസ്സിലായി, ഇത് 1st September ആണ്. അതായത് ഗ്രേസ് പീരിയഡ് 3 days പറയുന്നത് 1st September ആണ്, പ്ലസ് 3 days എന്ന് പറയുമ്പോൾ എത്രയായി, 3rd September ആയി. സോ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 3rd September. ഓക്കെ, എന്തുകൊണ്ടാണ് മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ ഇവിടെ 1st September കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ, ആക്ച്വലി ഇതൊരു എൻഡ് ഓഫ് ദ 3 month പീരീഡ് ആണ്. ഫസ്റ്റ് 3 മാസത്തെ തികയുള്ളൂ. അവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്തില്ല, ഗ്രേസ് ഡേയ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
അതേപോലെ 13th ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അതിൽ എന്ത് ചെയ്യുന്നില്ല, കറന്റ് ടേമോ ഗ്രേസ് പീരീഡോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. 4th സെപ്റ്റംബർ പറയുമ്പോൾ ഒരു ഡേ ലേറ്റ് ആണ്, കാരണം 3rd സെപ്റ്റംബർ ആണല്ലോ കറക്റ്റ് വരിക. ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിന്റെ ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേസ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് 3 days ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇഫ് എ ബിൽ ഈസ് അക്സെപ്റ്റഡ് ഓൺ 1st June ഫോർ 3 months, ഡ്യൂ ഡേറ്റ് വിൽ ബി എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ 3rd സെപ്റ്റംബർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡ്രോയി ഫെയിൽ ടു അക്സെപ്റ്റ് ദ ബിൽ വെൻ പ്രസന്റഡ്. അതായത് ഇപ്പൊ ഡ്രോയി കറക്റ്റ് ആയിട്ട് തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പ്രസന്റേഷൻ, എന്താ സംഭവിക്കാതെ ചോദിച്ചിരിക്കണം. ഓപ്ഷൻ എ, ദ ബിൽ ഈസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ്. ബി, ഹോൾഡർ മസ്റ്റ് നോട്ടിഫൈ ദ ഡ്രോയർ. സി, ബിൽ ഈസ് അക്സെപ്റ്റഡ് ബൈ ഡീഫോൾട്ട്. ഡി, ഡ്രോയി ബിക്കം ലയബിൾ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഹോൾഡർ മസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? നോട്ടിഫൈ ചെയ്തിരിക്കണം. ആരെ നോട്ടിഫൈ ചെയ്തിരിക്കണം? ഡ്രോയറിനെ നോട്ടിഫൈ ചെയ്തിരിക്കണം. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴാർക്ക് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രോയിക്കാണ് പ്രസന്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രോയി എന്ത് ചെയ്യും? റെഫ്യൂസ് ചെയ്യുക, ഫെയിൽ ചെയ്യുകയോ ചെയ്യുമെന്ന് അക്സെപ്റ്റ് ചെയ്യുക. സോ അപ്പോൾ ഇവിടെ ഹോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ ആർക്കാണ് ആ ബില്ലിനുള്ള ഓണർഷിപ്പ് ഉള്ളത് അവർ നോട്ടിഫൈ ചെയ്തിരിക്കണം ഡ്രോയിന്റെ അടുത്ത്. ഡ്രോയർ പറയുമ്പോൾ ദ പേഴ്സൺ ഹു ക്രിയേറ്റ് ദ ബില്ല്. ഓക്കെ, ഹോൾഡർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു പോസസ് ബിൽ, ആ ബില്ലിനുള്ള ഓണർഷിപ്പ് ഉള്ളതാണ് ഹോൾഡർ. നോട്ടിഫൈഡ് ബൈ ഡ്രോയർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആരാണോ ആ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഡ്രോയർ. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താണ് ഇത് എസെൻഷ്യൽ എന്ന് വെച്ചാൽ ഡ്രോയർ എന്ത് ചെയ്യും? അവരുടെ ഒബ്ലിഗേഷൻ ആകും ഡ്രോയി വന്നിട്ട് അക്സെപ്റ്റ് ആൻഡ് പേ ദ ബിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. സോ വേറെ ഓപ്ഷൻസ് ഒക്കെ എന്താ ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ബിൽ ഈസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ എന്ന് പറയും. ബിൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ആവുന്നില്ല. കാരണം ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പൊ നോൺ അക്സെപ്റ്റൻസ് ആയി ഡിസോർഡർ ആയി പോവുക, ക്യാൻസൽ ആയി പോവുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ദ ബിൽ ഈസ് അക്സെപ്റ്റഡ് ബൈ ഡീഫോൾട്ട് എന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം, അല്ലാതെ ഓറൽ ഫോമിൽ ആയിരിക്കരുത്, അത് ഉദ്ദേശിക്കുന്നത് നോട്ട് ഓട്ടോമാറ്റിക്. സോ ഡ്രോയി ബിക്കം ലേബിൾ, ഡ്രോയി എപ്പോഴാണ് ലേബിൾ ആവുക, ഡ്രോയി എപ്പോഴാണ് റെസ്പോൺസിബിലിറ്റി ആകുക എന്ന് വെച്ചാൽ ഇതിൽ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അതാണ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ബിൽ. ഡ്രോയിസ് ലേബിൾ ഓൺലി ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എന്താ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡ്രോയി ഫെയിൽ ടു അക്സെപ്റ്റ് ദ ബിൽ വെൻ ദേ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഹോൾഡർ മസ്റ്റ് നോട്ടിഫൈ ദ ഡ്രോയർ ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഹു ടിപ്പിക്കലി പേ ദ ബങ്കർ കോസ്റ്റ് ഇൻ എ ടൈം ചാർട്ടർ. അതായത് ആരാണ് ബങ്കർ കോസ്റ്റ് വന്നിട്ട് പേ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഷിപ്പ് ഓണർ, ബി ചാർട്ടറർ, സി പോർട്ട് അതോറിറ്റി, ഡി സ്റ്റീവാർഡർ. സോ നമ്മുടെ ആൻസർ പറയും ചാർട്ടർ ആണ്. സോ അപ്പൊ എന്താണ് ആ ചാർട്ടർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇനി ടൈം ചാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വെസൽ ഹയർ ചെയ്യുക. ഓക്കെ, ഒരു സ്പെസിഫിക് പീരീഡിന് ഹയർ ചെയ്യുകയാണ്. അതേപോലെ എന്നിട്ട് ടേക്ക് ഓഫ് മെനി ഓഫ് ദ ഓപ്പറേഷൻ എക്സ്പെൻസസ് അവർ എടുക്കുകയാണ്. അതായത് എന്തൊക്കെയാ ഓപ്പറേഷൻ എക്സ്പെൻസ് പറയുമ്പോൾ ബങ്കർ കോസ്റ്റ്. സോ അതായത് ബങ്കർ കോസ്റ്റ് ഉദ്ദേശിച്ച് ഫ്യൂവൽ എക്സ്പെൻസ്, ആ ഷിപ്പ് റൺ ചെയ്യാനുള്ളത്. സോ ഷിപ്പ് ഓണർ വന്നിട്ട് ആ വെസൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ചാർട്ടറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബങ്കർ ഫ്യൂവൽ, അതേപോലെ പോർട്ട് ചാർജസ്, കാർഗോ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ്. ബങ്കർ എന്ന് വെച്ചാൽ ഫ്യൂവൽ കേട്ടോ. സോ ദിസ് അറേഞ്ച്മെന്റ് അലൗസ്, ആക്ച്വലി ഇത് ചാർട്ടർ ആണ് എന്ത് ചെയ്യേണ്ടത്? ഷിപ്പിന്റെ ഷെഡ്യൂൾ, റൂട്ട് എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത്. ഓണർ ഹാൻഡിൽ ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെയാണ്. സോ മറ്റുള്ളതൊക്കെ എന്താ ഇൻകറക്റ്റ് ആയി എന്ന് വെച്ചാൽ ഷിപ്പ് ഓണർ എന്ന് പറയുമ്പോൾ എന്താ അവർ പേ ചെയ്യും ക്രൂവിന്, മെയിൻ്റനൻസിന്, ഇതൊക്കെ. അതായത് ഫ്യൂവലിലും അങ്ങനെയൊന്നും ചെയ്യില്ല. സോ പോർട്ട് അതോറിറ്റി പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ ഫീസ് കളക്ട് ചെയ്യുക, അല്ലാതെ ഫ്യൂവലിൽ പേ ചെയ്യുക, ഡസ് നോട്ട് പേ ഫോർ ഫ്യൂവൽ. സ്റ്റുവാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ലോഡിങ്, അൺലോഡിങ്, കാർഗോ, അല്ലാതെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നില്ല. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഹു ടിപ്പിക്കലി പേ ദ ബങ്കർ കോസ്റ്റ് ഇൻ എ ടൈം ചാർട്ടർ. ആരാണ് ബങ്കർ കോസ്റ്റ് പേ ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ചാർട്ടർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ആർ സ്റ്റുവർഡോറിംഗ് ചാർജസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഫീസ് ഫോർ ഷിപ്പ് മെയിൻ്റനൻസ്, ബി ചാർജസ് ഫോർ ഫ്യൂലിംഗ് ദ ഷിപ്പ്, സി ചാർജസ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കാർഗോ, ഡി പോർട്ട് ടാക്സസ്. സോ നമ്മുടെ ആൻസർ പറയുന്നത് ചാർജസ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, അതാണ് സ്റ്റുവർഡോറിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. സ്റ്റുവർഡോറിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ആണ് ഇൻ എ സെൽഫ് ബാലൻസിങ് സിസ്റ്റം വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെഡ്ജേഴ്സ് ക്യാൻ ബി മെയ്ഡ് സെൽഫ് ബാലൻസിങ്. സോ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിൽ ഏത് ലെഡ്ജർ ആണ് സെൽഫ് ബാലൻസിങ്? ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ എ ജനറൽ ലെഡ്ജർ, ബി ഡെപ്റ്റർ ലെഡ്ജർ, സി ക്രെഡിറ്റർ ലെഡ്ജർ, ഡി ഓൾ ഓഫ് ദ എബോവ്. സോ എന്താണ് നമ്മുടെ ആൻസർ? ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിൽ ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ബി റെന്റ് പേയ്മെന്റ് ഫോർ ഓഫീസ് സ്പേസ്, സി കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഫാക്ടറി ബിൽഡിംഗ്, ഡി സാലറീസ് ഓഫ് ഓഫീസ് സ്റ്റാഫ്. സോ നമ്മുടെ ആൻസർ പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ്, കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഫാക്ടറി ബിൽഡിംഗ് ആണ്.
സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ മണി സ്പെൻഡ് ചെയ്യാണ് അക്വയർ ചെയ്യാൻ, പർച്ചേസ് ചെയ്യാൻ, അപ്ഗ്രേഡ് ചെയ്യാൻ, അതേപോലെ അസറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ. സോ ആക്ച്വലി ലോങ് ടേം ബെനിഫിറ്റ് ആണ് ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുക. ഈ കേസിൽ ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം അവിടെ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ലോങ് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബിസിനസ് ഓപ്പറേഷൻസ് ആണ് എന്ത് ചെയ്യുക, മെനി ഇയേഴ്സിന് യൂസ് ചെയ്യുക. സോ എന്തുകൊണ്ടൊക്കെയാണ് മറ്റു ഓപ്ഷൻസ് വന്നിട്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അത് ആക്ച്വലി കോസ്റ്റ് വന്നിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആക്ച്വലി ഒരു എക്സ്പെൻഡിച്ചർ അല്ല. അതേപോലെ അടുത്തതാണ് റെന്റ് പേയ്മെന്റ് ഫോർ ഓഫീസ് സ്പേസ് എന്ന് വെച്ചാൽ റെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ടിപ്പിക്കലി കൺസിഡേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് ആക്ച്വലി ഇറ്റ് ഇസ് റെക്കറിംഗ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്, അല്ലാതെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. അതേപോലെ സാലറീസ് ഓഫ് ദ ഓഫീസ് സ്റ്റാഫ് എന്ന് വെച്ചാൽ സാലറി എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അത് ആക്ച്വലി എന്താണ് പാർട്ട് ഓഫ് റൊട്ടീൻ കോസ്റ്റ് ഓഫ് ഒരു റൊട്ടീൻ കോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നുള്ള കോസ്റ്റിൽ വരുന്നതാണ് ബിസിനസ് റൺ ചെയ്യാൻ. ഓക്കെ. സോ അതേപോലെ തന്നെ വിച്ച് ആർ ദ ഫോളോയിങ് റെപ്രസെന്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ അവിടെ എന്താ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ചോദിച്ചാൽ ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ, ബി പേയ്മെന്റ് ഫോർ അഡ്വർടൈസിംഗ് കമ്പനി ലാസ്റ്റ് 3 years, സി സാലറി പേയ്മെന്റ്, ഡി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്സ്. സോ നമ്മുടെ ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, പേയ്മെന്റ് ഫോർ അഡ്വർടൈസിംഗ് കമ്പനി ലാസ്റ്റിംഗ് 3 years ആണ്. സോ ഇവിടെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എപ്പോഴാണ് ഇൻകർ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് മോർ ദാൻ 1 അക്കൗണ്ടിംഗ് പീരീഡ് ശേഷം കിട്ടുമ്പോൾ. സി കോസ്റ്റ് ഇപ്പൊ എങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഈ ബെനിഫിറ്റ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സ്പെൻസ് ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് അതിന്റെ റിട്ടേൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതാണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കമ്പനി ഇപ്പൊ നമ്മൾ പേ ചെയ്തെന്ന് പറഞ്ഞാൽ അത് 3 years ആയിരിക്കും. ഇപ്പൊ ഡെഫേർഡ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്യാണ്. സോ എക്സ്പെൻസിലൂടെ നമുക്ക് ബെനിഫിറ്റ് നമുക്ക് എവിടെ കിട്ടാന്ന് വെച്ചാൽ സെവറൽ ഇയേഴ്സ് എടുക്കും. കറണ്ട് പീരീഡിൽ തന്നെ ഇപ്പൊ തന്നെ കിട്ടില്ല. സോ എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് ഒക്കെ ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഓഫീസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. അപ്പോൾ ടാൻജിബിൾ അസറ്റ് ആണ്, ലോങ് ടേം ബെനിഫിറ്റ് അല്ലാതെ അതെന്താണ് എക്സ്പെൻസും കാര്യങ്ങളല്ല, അത് ഇപ്പോൾ ലോങ് ടേം ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്. സാലറി പേയ്മെന്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അത് റൊട്ടീൻ ഓപ്പറേഷൻ ഡെയിലി ഉള്ള ഓപ്പറേഷൻ വരുന്നതാണ്, അത് എക്സ്പെൻസ് ആയിട്ടാണ് നോക്കുക. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതേപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, അതുപോലെ എക്സ്പെൻഡിച്ചർ അല്ലായിട്ടല്ല വരിക ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് ബിസിനസ്സിൽ. അവിടെ എന്ത് ചെയ്യുന്നില്ല, അവര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അവര് റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് ഇൻ മൈനിങ് കമ്പനീസ് വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ ഡയറക്റ്റ് കോസ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൈനിങ് കമ്പനീസിൽ ഇതിൽ ഏതാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടതാണ്. സോ ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ ഓഫ് മൈനിങ് എക്യുപ്മെന്റ്, ബി റോയൽറ്റീസ് പെയ്ഡ് ടു ലാൻഡ് ഓണേഴ്സ്, സി വേജസ് ഓഫ് മൈനേഴ്സ്, ഡി ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി വേജസ് ഓഫ് മൈനേഴ്സ് ആണ്. മൈനിങ് കമ്പനിയുടെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ചാർജ് ചെയ്യുക ഒരു മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും. സോ ഇവിടുത്തെ വേജസ് ഓഫ് മൈനേഴ്സ് എന്ന് പറയുന്നത് അവിടെ എങ്ങനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക ഈ പ്രോസസ്സിൽ. ഓക്കെ. സോ ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആയെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ മൈനിങ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് വിയർ ആൻഡ് ടിയർ ഓഫ് എക്യുപ്മെന്റ് ആണ്, അതായത് ആക്ച്വലി മൈനിങ് പ്രോസസ്സിൽ വരുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നതല്ല. റോയൽറ്റീസ് പെയ്ഡ് ടു ലാൻഡ് ഓണേഴ്സ് പറഞ്ഞാൽ റോയൽറ്റീസ് പറയുമ്പോൾ അതേപോലെ തന്നെ എപ്പോഴാണ് കൺസിഡർ ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല. അടുത്ത ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പറയുമ്പോൾ അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, നോട്ട് ഡയറക്ട്ലി ടൈഡ് ടു എക്സ്ട്രാക്ഷൻ പ്രോസസ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്താണ് വാട്ട് ഈസ് എ കോസ്റ്റ് ബുക്ക് യൂസ്ഡ് ഫോർ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് മൈനിങ് ഓപ്പറേഷൻ. ഏത് കോസ്റ്റ് ബുക്കാണ്, എന്തിനാണ് ഈ കോസ്റ്റ് ബുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് മൈനിങ് ഓപ്പറേഷനിൽ പറയാം. ഓപ്ഷൻ എ ടു കാൽക്കുലേറ്റ് സെയിൽസ് റവന്യൂ, ബി ടു ട്രാക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്, സി ടു റെക്കോർഡ് ഓൾ ദ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ദ മൈനിങ് ഓപ്പറേഷൻസ്, ഡി ടു ഡിറ്റർമൈൻ മാർക്കറ്റ് വാല്യൂ ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ്. സോ നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടു റെക്കോർഡ് ഓൾ ദ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു മൈനിങ് ഓപ്പറേഷൻ. സോ ഒരു കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും മൈനിങ് പ്രോസസ്സിൽ. സോ ഇതിലൂടെ എന്തിനാ യൂസ് ചെയ്യണേ പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഡോക്യുമെന്റ്, അതായത് ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെന്റ്, ഓപ്പറേഷൻ എക്സ്പെൻസ് ഒക്കെ എന്തൊക്കെയാ നോക്കും. കോസ്റ്റ് ബുക്കിലൂടെ എന്താ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അക്യുറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാൻ, ഫിനാൻഷ്യൽ അനലൈസ് ചെയ്യാൻ, ഇതിലൂടെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും എത്രയാണ് കോസ്റ്റ്, പ്രോഫിറ്റ്, ബഡ്ജറ്റിംഗ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ് വെൻ റീകൺസിഡർ വിത്ത് ഫൈനൽ അക്കൗണ്ട്സ് മെഷർ. ഓപ്ഷൻ എ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, ബി വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി, സി ഫിക്സ്ഡ് അസറ്റ്, ഡി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സി ഫിക്സ്ഡ് അസറ്റ് ആണ് ആൻസർ. സോ ബിക്കോസ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, അത് എല്ലാ കോസ്റ്റ് എത്ര ഇൻകർ ചെയ്തതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഒരു ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. സോ അതേപോലെ കോസ്റ്റ് ഷീറ്റിൽ വരുന്നതാണ് കോമ്പോണൻസ് ആണ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ് ഇതൊക്കെ. ഓക്കെ. സോ ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താ, മെഷീനറി, ബിൽഡിംഗ്, എക്യുപ്മെന്റ്, അത് ആക്ച്വലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് ആക്ച്വലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന പാർട്ടല്ല. ഓക്കെ. സോ അത് ബാലൻസ് ഷീറ്റിലായിരിക്കും ഷോൺ ചെയ്യുക അണ്ടർ അസറ്റിൽ. ഓക്കെ. അല്ലാതെ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കില്ല.
സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ ഇൻ ദ കോസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിഫോ ലിഫോ വെയിറ്റഡ് ആവറേജ് ആണ് ഇൻവെന്ററി മെത്തേഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂയുടെ ആൻസർ വിച്ച് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ. നെക്സ്റ്റ് ആണ് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്ട്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ ഓൺലി ദ അസറ്റ് ഓൺഡ് ബൈ ദ കമ്പനി, ബി ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി, സി കറന്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ഡി എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. സോ നമ്മുടെ ആൻസർ എന്താ ഓപ്ഷൻ ബി ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനി. അടുത്തതാണ് 29 വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഡസ് നോട്ട് അപ്പിയർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ വരാത്ത ഏതാണ്? റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ ഡി എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം മെയിനായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരിക. ഓക്കെ, ക്യാഷ് ഫ്ലോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു മോഡേൺ അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ്. അതായത് IFRS പറഞ്ഞ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അത് ട്രഡീഷണൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ വരുന്ന പാർട്ടല്ല. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റലും റവന്യൂ ആണ്, അല്ലാതെ ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ല. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ഫോളോയിങ് അക്കൗണ്ട് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ റവന്യൂ അക്കൗണ്ട് ആണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഇപ്പോൾ എവിടെയാണ് റവന്യൂ അക്കൗണ്ടിൽ എവിടെ ഫൗണ്ട് ചെയ്യുക ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലാണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ബി ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സി ഓപ്പറേറ്റിംഗ് ഇൻകം ഫ്രം സർവീസ് പ്രൊവൈഡഡ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. സോ നമുക്ക് എന്താണ് ഓപ്ഷൻ സി ആണ്, ഓപ്പറേറ്റിംഗ് ഇൻകം ഫ്രം സർവീസസ് പ്രൊവൈഡഡ്. ഓക്കെ, സോ അവിടെ 13 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സോ നന്നായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റെക്കോർഡ് സെഷൻസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നതെല്ലാം നന്നായി റെഫർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, അനു, സുനിൽ ക്ലിയർ ആയോ? സോ ഇനി വളരെ 2 to 3 ഡേയ്സേ ഉള്ളൂ അല്ലേ? സോ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.